നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കാസർഗോഡ് തലപ്പാടിയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചുകയറി 6 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് ബാംഗ്ലൂരുവിൽ നിന്ന് കാസർഗോട്ടേക്ക് വന്ന കർണാടക RTC ബസ്. ഡ്രൈവറും കണ്ടക്ടറും കസ്റ്റഡിയിൽ. താമരശ്ശേരി ചുരത്തിൽ അപകട സാഹചര്യം തുടരുന്നു. വീണ്ടും മണ്ണിടിച്ചിൽ. ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ കനക്കും. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ കുരുക്ക് മുറുക്കി ക്രൈംബ്രാഞ്ച്. പരാതി ഉന്നയിച്ച യുവതികളുടെ മൊഴിയെടുക്കും. രാഹുലിന്റെ രാജി ആവശ്യത്തിൽ ഉറച്ച CPIM-ഉം BJP-യും. പാലക്കാട് ഗൃഹസന്ദർശന ക്യാമ്പയിൻ ആരംഭിച്ച DYFI. ആഗോള അയ്യപ്പ സംഗമം ആയുധമാക്കി BJP. MK സ്റ്റാലിനെ ക്ഷണിച്ചതിനെ വിമർശിച്ച് രാജീവ് ചന്ദ്രശേഖർ. ഹിന്ദു വോട്ടിനായുള്ള രാഷ്ട്രീയ നാടകമെന്ന് വിമർശനം. ഭക്തരെ ദ്രോഹിച്ച മുഖ്യമന്ത്രി സംഗമത്തിൽ പങ്കെടുക്കരുത് എന്ന് കുമ്മനം രാജശേഖരൻ. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഗുരുതര ചികിത്സാ പിഴവ്. ശസ്ത്രക്രിയയ്ക്കിടെ നെഞ്ചിൽ സർജിക്കൽ ട്യൂബ് കുടുങ്ങിയെന്ന് യുവതിയുടെ പരാതി. വീഴ്ച സമ്മതിച്ച് ഡോക്ടർ. നിങ്ങളൊരു പറ്റിയൊരു അബദ്ധം വലിയൊരു എനിക്കിതിനെ കുറിച്ച് അറിവില്ല. ഞാൻ ഇടുന്ന സാധനമല്ല, നമ്മുടെ കാര്യമല്ല, നേരത്തെയാണ് ഇട്ടത്. നമ്മുടെ ഇതില് കിടന്നുകൊണ്ടാണ് ഞാനത് പറയുന്നത്. റിപ്പോർട്ട് തേടി DMO. സൂറിച്ച് ഡയമണ്ട് ലീഗിൽ നീരജ് ചോപ്ര ഇറങ്ങുന്നു. മെഡൽ പ്രതീക്ഷയോടെ രാജ്യം. വെല്ലുവിളി ഉയർത്തി ആൻഡേഴ്സൺ പീറ്റേഴ്സ്. മത്സരം ഇന്ത്യൻ സമയം രാത്രി 11:15. കാസർഗോഡ് തലപ്പാടിയിൽ കർണാടക RTC ബസ് ഓട്ടോയിൽ ഇടിച്ച് 6 പേർ മരിച്ചു. 4 സ്ത്രീകളും ഓട്ടോ ഡ്രൈവറും 10 വയസ്സുള്ള ഒരു കുട്ടിയുമാണ് മരിച്ചത്. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ബ്രേക്ക് നഷ്ടപ്പെട്ട ബസ് പിന്നിലേക്ക് വന്ന ഓട്ടോയിൽ ഇടിച്ചാണ് അപകടം. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. തലപ്പാടിയിൽ നിയന്ത്രണം വിട്ട കർണാടക RTC ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപം പാർക്ക് ചെയ്തിരുന്ന ഓട്ടോയിലിടിച്ചാണ് 6 മരണം. കർണാടക സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ ഹൈദരലി, നസീഫ, ആയിഷ, ഖദീജ, ഹവ്വമ്മ, 10 വയസ്സുകാരി ഹസ്ന എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. 3 പേരുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റവരെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് അപകടം. അമിത വേഗതയിൽ മംഗളൂരുവിൽ നിന്ന് കാസർഗോട്ടേക്ക് വരികയായിരുന്ന ബസ് തലപ്പാടിയിലെത്തിയപ്പോഴായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട ബസ് പിറകിലോട്ട് വരികയും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപം പാർക്ക് ചെയ്തിരുന്ന ഓട്ടോയിലേക്ക് ഇടിച്ചു കയറുകയുമായിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. മൃതദേഹങ്ങൾ മഞ്ചേശ്വരം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലും മംഗളൂരു ദർലക്കട്ട ആശുപത്രി മോർച്ചറിയിലും എത്തിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. KV ബൈജു ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൈജു, വലിയ അപകടമാണ് ഉണ്ടായത്. 6 പേർ മരിച്ചിരിക്കുന്നു. അതിൽ 4 സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നതിൽ വ്യക്തതയുണ്ടോ? തീർച്ചയായും അഭിലാഷേ, ഈ ബസ് അമിത വേഗതയിലായിരുന്നു. അതിനുമപ്പുറം ഈ ബസിന്റെ കാലപ്പഴക്കം ഈ അപകടത്തിന് വലിയ കാരണമായി. പ്രത്യേകിച്ച് ടയർ തഴഞ്ഞ നിലയിലായിരുന്നു ടയർ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ബ്രേക്ക് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ബസിന്റെ ഫിറ്റ്നസ് പോലും പരിശോധിക്കേണ്ട ഒരു അവസ്ഥയിലുണ്ടെന്നാണ് നാട്ടുകാർ പോലും കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ പ്രധാനമായും കഴിഞ്ഞ ഈ ഒരു 6 മാസത്തെ കണക്കെടുത്താൽ ഒരു 10-ലധികം ആളുകളാണ് ഇവിടെ വാഹനാപകടത്തിൽ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. കാരണം ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ഈ റോഡിന്റെ വികസനം വന്നതാണ് ഇവിടെ അപകടം പതിവാകുന്ന ഒരു സാഹചര്യമുള്ളത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ആംബുലൻസ് കാറിലിടിച്ച് 5 പേർ മരിച്ചത് ഇതേ സ്ഥലത്ത്, ഇതിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത്. എന്നാലും ഈ അപകടം
മംഗളൂരിൽ നിന്നും കാസർഗോഡേക്ക് വരുമായിരുന്ന ഈ KSRTC കർണാടകയുടെ RTC ബസ് ഇത്തരത്തിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെ സമീപം ഇടിച്ചു കയറുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ഓട്ടോറിക്ഷ പൂർണ്ണമായും തകരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ ഓട്ടോയിലുണ്ടായിരുന്ന 5 പേരാണ് മരണപ്പെട്ടത്. അതിനുശേഷം ബസ് പുറകിലോട്ട് വന്ന് മറ്റൊരു ഓട്ടോറിക്ഷയിലും കൂടി ഇടിക്കുന്ന സാഹചര്യമുണ്ടായി. അവിടെ നാട്ടുകാരായ 2 പേർക്ക് കൂടി ഇത്തരത്തിൽ പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ട്. ഇവരും ഗുരുതരാവസ്ഥയിൽ മംഗളൂരുവിൽ ചികിത്സയിലാണ്. പ്രധാനമായും നാട്ടുകാർ പറയുന്നത് ഈ പ്രത്യേകിച്ച് കർണാടക RTC ബസ് ഒരു 3-4 മിനിറ്റിന്റെ വ്യത്യാസത്തിലാണ് ഇത്തരത്തിൽ സർവീസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ മത്സര ഓട്ടം ഈ ഭാഗത്ത് ഇവർ തമ്മിൽ തന്നെ നടത്തുന്നുണ്ടെന്നാണ്. അത്തരത്തിൽ അമിത വേഗതയിലായിരുന്നു ഈ ബസ് എന്നും പറയുന്നുണ്ട്. ഒപ്പം ഈ ബസിന്റെ കാലപ്പഴക്കം അത് ഒരു വലിയ പ്രശ്നമായി ഈ അപകടത്തിന് കാരണമായും ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. അഭിലാഷ്. യെസ്, എന്തായാലും 6 പേരുടെ മരണത്തിന് ഇടയാക്കിയിരിക്കുകയാണ് ഈ അപകടം. മണ്ണാർക്കാട് കുന്തിപ്പുഴയിൽ ഗുഡ്സ് ഓട്ടോറിക്ഷയും സ്കൂട്ടറും കൂട്ടിയിടിച്ച അപകടം. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. 3 പേർക്ക് പരിക്കേറ്റു. കോങ്ങാട് കോട്ടശ്ശേരി സ്വദേശികളായ മണികണ്ഠൻ, രമേശ് എന്നിവർക്കും ചങ്ങലേരി സ്വദേശിയായ ഫവാസിനുമാണ് പരിക്കേറ്റത്. ഇവരെ മണ്ണാർക്കാട് മദർ കെയർ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. കാലിനും തലയ്ക്കും പരിക്കേറ്റതായാണ് വിവരം. താമരശ്ശേരി ചുരത്തിൽ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. വയനാട്ടിൽ കനത്ത മഴ അനുഭവപ്പെടുന്നതിനിടെ ചുരത്തിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി. അവശ്യ സർവീസുകളെ പോലീസ് അനുമതിയോടെ കടത്തിവിടും. ചുരം വ്യൂ പോയിന്റിൽ ജിയോളജി വകുപ്പും മണ്ണ് സംരക്ഷണ വകുപ്പും പരിശോധന നടത്തി. മണ്ണിടിച്ചിലുണ്ടായ മേഖലയിൽ 30 മീറ്റർ ഉയരത്തിൽ നിന്ന് പാറകൾ ഇടിഞ്ഞ് ഇറങ്ങി. കുറ്റ്യാടി ചുരത്തിലും നേരിയ മണ്ണിടിച്ചിൽ ഉണ്ടായി. MS അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനീഷ്, പൂർണ്ണമായും ഗതാഗതം നിരോധിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, താമരശ്ശേരി ചുരത്തിന് യാത്ര വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 9ാം വളവിനടുത്ത് മണ്ണിടിച്ചിലുണ്ടാവുകയും പിന്നീട് ആ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്ത് ഭാഗികമായി ഇന്നലെ രാത്രിയോടുകൂടി ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ ഇന്ന് രാവിലെ വീണ്ടും വലിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പാറയും മണ്ണും മരങ്ങളും ഒക്കെ വഴിയിലേക്ക് വീണ്ടും ഇടിഞ്ഞു വീഴുന്ന ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 80 മീറ്ററോളം ഉയരത്തിൽ നിന്നാണ് കല്ലും പാറക്കഷ്ണങ്ങളും പലയിടങ്ങളിലേക്കും വീഴുന്ന ഒരു സാഹചര്യം. എന്തായാലും ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചുകൊണ്ട് കോഴിക്കോട് ജില്ലാ കളക്ടർ ശ്രേയൻകുമാർ സിംഗ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഈ ശക്തമായ മഴയിൽ പാറക്കഷ്ണങ്ങളും മണ്ണും റോഡിലേക്ക് വീഴുന്നത് തുടരുന്ന സാഹചര്യത്തിലാണ് നടപടിയെന്ന് ഉത്തരവിൽ പറയുന്നു. ആംബുലൻസ് ഉൾപ്പെടെയുള്ള അടിയന്തര ആവശ്യമുള്ള വാഹനങ്ങൾ പോലീസിന്റെ അനുമതിയോടുകൂടിയാണ് ഈ വഴി കടത്തിവിടുക. നിയന്ത്രണങ്ങളുമായി ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഈ കുറ്റ്യാടി ചുരത്തിൽ ഗതാഗതക്കുരുക്കിന് സാധ്യതയുള്ളതിനാൽ ചുരം വഴി ആവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. വയനാട് കളക്ടറും സമാനമായ രീതിയിൽ തന്നെ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നു. ലക്കിടി അടക്കമുള്ള പ്രവേശന കവാടം, വയനാടിന്റെ പ്രവേശന കവാടം വഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചുള്ള ഉത്തരവാണ് അവിടെ നിന്നും ഇറക്കിയിരിക്കുന്നത്. അവശ്യ സർവീസുകൾ മാത്രം ആ വഴി കടന്നുപോയാൽ മതിയെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇന്നലെ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് ഡ്രോൺ അടക്കമുള്ള പരിശോധന നടത്തിയ ശേഷമാണ് ഈ വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചത്. എന്നാൽ വീണ്ടും അപകടകരമായ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായ സാഹചര്യത്തിലാണ് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത്. ഇന്ന് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരടക്കമുള്ള ഉദ്യോഗസ്ഥർ സംയുക്ത പരിശോധന ഈ ചുരം ഭാഗത്ത് നടത്തി സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇനിയും ഇടിയാനുള്ള സാധ്യതകൾ ഇപ്പോൾ വീണ്ടും പ്രവചിക്കപ്പെടുന്നത്. എന്തായാലും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാകും വരെ ഗതാഗതം നിരോധിച്ചു തന്നെയാവും ഉണ്ടാവുക. വിശദാംശങ്ങളാണ് MS അനീഷ് കുമാർ നൽകിയത്. അതേസമയം വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ കനക്കും. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിലും തൃശൂർ, എറണാകുളം ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. മലപ്പുറം, പാലക്കാട്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മഴ മുന്നറിയിപ്പില്ല എങ്കിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. കനത്ത മഴയിൽ കോഴിക്കോട് വീട് തകർന്നു വീണു. തോട്ടുമുക്കം തരിയോട് ചക്കനാനിയിൽ മറിയാമ്മയുടെ വീടാണ് തകർന്നത്. പ്രാർത്ഥന സമയത്തായിരുന്നു അപകടമുണ്ടായത്. ശബ്ദം കേട്ട് 72കാരി മറിയാമ്മ പുറത്തേക്കിറങ്ങി ഓടിയതോടെ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. ഞാൻ അടുക്കളയിൽ നിൽക്കുമായിരുന്നു. അടുക്കളയിൽ നിന്നും പാചകമെല്ലാം കഴിഞ്ഞിട്ട് തിണ്ണയിലേക്ക് ഇറങ്ങി വന്നതാണ്. പ്രാർത്ഥന എല്ലാനായിട്ട് പിന്നെ വന്നിരുന്ന് പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങിയപ്പോൾ വരെ ഇടിഞ്ഞു വീണ്. ശബ്ദം കേട്ടപ്പോഴത്തേക്ക് ഞാൻ തിണ്ണന്ന് മുറ്റത്തേക്ക് ചാടി. ഇതെല്ലാം ഇങ്ങനെ ഇടിഞ്ഞ് പോരുകയെന്ന് പറഞ്ഞപ്പോഴും പെട്ടെന്ന് മുറ്റത്തേക്ക് ചാടി.
മറിയാമ്മ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. മറിയാമ്മ മറ്റുള്ളവർ ഇല്ലാത്തതുകൊണ്ടും വലിയ അപകടമാണ് ഒഴിവായത്. ഇവരെ ബന്ധുവീട്ടിലേക്ക് പിന്നീട് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം. പന്തീരാങ്കാവ് സ്വദേശിയായ 43-കാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയപ്പോൾ തന്നെ ഇവർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ രോഗം സ്ഥിരീകരിക്കുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ച യുവതികളുടെ മൊഴിയെടുക്കാൻ ക്രൈംബ്രാഞ്ച്. രാഹുലിന് എതിരെ ഗുരുതര വെളിപ്പെടുത്തൽ നടത്തിയ റിനി ആൻഡ് ജോർജ്, ട്രാൻസ് വുമൺ അവന്തിക എന്നിവരുടെ മൊഴിയാകും ആദ്യം രേഖപ്പെടുത്തുക. ഗർഭചിത്രം നടത്താൻ രാഹുൽ നിർബന്ധിച്ച യുവതിയെ കണ്ടെത്താനുള്ള നീക്കവും പോലീസ് ആരംഭിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന പരാതികളിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഇതിൽ പരാതിക്കാരായ ഇപ്പോൾ ആരോപണവുമായി രംഗത്ത് വന്ന യുവതികളെ കണ്ട് അവരുടെ മൊഴി ശേഖരിക്കുകയാണ് പോലീസിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട ദൌത്യം. തിരുവനന്തപുരത്ത് ഒരു ഗർഭചിത്രം നടത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ചു എന്ന് ശ്രദ്ധരേഖയിലൂടെ വെളിപ്പെടുത്തിയ പെൺകുട്ടി, അവരെ കണ്ടെത്തി അവരുടെ മൊഴി രേഖപ്പെടുത്തും. അവർക്ക് പരാതി ഉണ്ടെങ്കിൽ അത് കേസിന് കൂടുതൽ എളുപ്പമാകുമെന്ന വിലയിരുത്തലാണ് അന്വേഷണ സംഘത്തിനുള്ളത്, അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ചിനുള്ളത്. അന്വേഷണ സംഘത്തെ ഇന്ന് തന്നെ തീരുമാനിക്കാനും സാധ്യതയുണ്ട്. ഏതായാലും ആ പെൺകുട്ടിയെ കണ്ടെത്തി മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷം എറണാകുളത്ത് കൊച്ചിയിൽ രാഹുലിനെതിരെ പരസ്യമായി ആദ്യമായി രംഗത്ത് വന്ന റിനി എന്ന സിനിമാ താരത്തെ റിനിയെ കണ്ടെത്തി അവരുടെ മൊഴിയും രേഖപ്പെടുത്തും. ഈ പരാതികളിൽ അവർ ഉറച്ചു നിന്നാൽ കൂടുതൽ ശക്തമായ നടപടികളിലേക്ക്, ഇപ്പോൾ സ്ത്രീകളെ ശല്യം ചെയ്യുന്ന അടക്കമുള്ള വകുപ്പുകളാണ് രാഹുലിനെതിരെ ചുമത്തിയിട്ടുള്ളത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഗുരുതരമായ വകുപ്പുകൾ ചുമത്താനാണ് പോലീസിന്റെ നീക്കം. അവന്തികയിൽ നിന്നും പരാതി വാങ്ങും. ട്രാൻസ്ജെൻഡർ യുവതിയോട് മോശമായി പെരുമാറിയെന്ന പരാതിയുണ്ട്. അതിൽ അവരുടെ മൊഴിയും രേഖപ്പെടുത്തും. ഈ യുവതികൾ മൊഴിയിൽ ഉറച്ചു നിന്നാൽ, പരാതിയിൽ ഉറച്ചു നിന്നാൽ രാഹുലിനെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസെടുത്ത് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ക്രൈംബ്രാഞ്ചിന്റെ ആലോചനയും തീരുമാനവും. ഇതിനപ്പുറത്തേക്ക് കൂടുതൽ പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടാകുമെന്ന വിലയിരുത്തലും അന്വേഷണ സംഘത്തിനുണ്ട്. മുഖ്യമന്ത്രി തന്നെ അത് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു, ഇനിയും കാര്യങ്ങൾ പുറത്തുവരാനുണ്ട്. അങ്ങനെ ചില നിർണായകമായ ചില പരാതികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനടക്കം ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകേണ്ടത്. എങ്കിൽ അതിലും ഈ പരാതിക്കാരെ കണ്ടെത്തി അവർ പരാതിയിൽ ഉറച്ചു നിൽക്കണം, മൊഴിയിൽ ഉറച്ചു നിൽക്കണം, അവർ കേസന്വേഷണവുമായി സഹകരിക്കണം. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നടത്തുന്നത്. വൈകാതെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം കടക്കും. രാഹുലിനെതിരെ പരാതികളിൽ, ഇത്തരം ആരോപണങ്ങളിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ എന്ന നിലപാട് കോൺഗ്രസ് നേതൃത്വം നേരത്തെ എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അതിൽ രാഹുലിനെ സഹായിക്കാൻ ഔദ്യോഗികമായി കോൺഗ്രസ് നേതൃത്വം എത്തില്ല എന്നും ഉറപ്പാണ്. പോലീസിന് മുന്നിൽ ഉള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി ഈ പരാതികളിൽ കൃത്യമായ മൊഴികൾ, പരാതി ആരോപണങ്ങളെ സാധൂകരിക്കുന്ന മൊഴികൾ ശേഖരിക്കുക എന്നുള്ളതാണ്. അതുമായാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്, ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോകുന്നത്. വിപുലമായ ഒരു അന്വേഷണ സംഘത്തെ സംസ്ഥാന വ്യാപകമായി ഇത്തരം പരാതികൾ പല ജില്ലകളിൽ നിന്നും ഉയരാൻ ഇടയുള്ളതുകൊണ്ടാണ് ക്രൈംബ്രാഞ്ചിനെ അന്വേഷണം സർക്കാർ ഏൽപ്പിച്ചത്. ഏതായാലും വളരെ നിർണായകമായ അന്വേഷണ നടപടികളിലേക്കാണ് ക്രൈംബ്രാഞ്ച് കടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനും കോൺഗ്രസിനും വളരെ നിർണായകമാണ് ഈ അന്വേഷണത്തിന്റെ ഒരു റിസൾട്ട്, ഫലം എന്നത്. കാരണം ഇതുവരെ രാഹുലിനെതിരെ കൃത്യമായ പരാതികളില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ MLA സ്ഥാനം രാജിവെക്കേണ്ട നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഒരു നിയമ നടപടികളിലേക്ക് കൂടി കാര്യങ്ങൾ കടന്നാൽ പരാതിക്കാർ പോലീസിന് മുന്നിൽ അവരുടെ ഈ പരാതിയിൽ ഉറച്ചു നിന്നുള്ള മൊഴി നൽകിയാൽ രാഹുൽ മാങ്കൂട്ടത്തിനും കോൺഗ്രസിനും അത് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPIM-ഉം BJP-യും. കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം രാഹുലിന്റെ രാജി ആഗ്രഹിക്കുന്നതായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവർത്തിച്ചു. പൊതുവികാരത്തിന് വിരുദ്ധമായി യുവനേതാവിനെ എങ്ങനെയും സംരക്ഷിക്കാനാണ് കോൺഗ്രസ് ശ്രമം. രാഹുലിനെതിരായ പരാതി 3 വർഷം മുമ്പ് തന്നെ അറിയാമായിരുന്നു എന്നും VD സതീശൻ ഒറ്റപ്പെട്ട സംഭവമായി ഇതിനെ ചിത്രീകരിക്കുകയാണ് എന്നും ദേശാഭിമാനിയുടെ ലേഖനത്തിൽ MV ഗോവിന്ദൻ വിമർശിക്കുന്നു. അതേസമയം രാജിക്കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന നിലപാടിൽ ആണ് കോൺഗ്രസ്. രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഗൃഹസന്ദർശന ക്യാമ്പയിൻ ആരംഭിച്ച DYFI പാലക്കാട് നിയോജക മണ്ഡലത്തിലെ എല്ലാ വീടുകളും സന്ദർശിക്കുന്നുണ്ട്. പറക്കുന്നം മേഖലയിലാണ് ക്യാമ്പയിൻ ആരംഭിച്ചത്. ഒന്ന്, നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് 1 ഡസനോളം വരുന്ന പരാതികൾ ഇവിടെ പുറത്തു വന്നു. അദ്ദേഹം ഒരു ഹാബിച്വൽ ഒഫൻഡറാണ്, ഒരു പെർവേർട്ടാണ്, അതിലുപരിയായി ക്രിമിനലാണ് എന്ന് ഇതിൽ പല തെളിയിക്കപ്പെടാനില്ല. അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് മാറ്റിയത് കൊണ്ടോ
കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടായില്ല, പാലക്കാട് പോലെ വളരെ സാധാരണക്കാരായ നിഷ്കളങ്കരായ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ MLA ആയി തുടരാൻ ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു നിമിഷം മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. അദ്ദേഹം എത്രയും വേഗം രാജിവെച്ച് മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിവിധ സമരങ്ങളുടെ പ്രക്ഷോഭങ്ങളും സമരങ്ങളും മാത്രമല്ല നേരിട്ട് ഈ മണ്ഡലത്തിലെ വീടുകളിൽ ചെന്ന് വോട്ടർമാരെ ചെന്ന് കാണുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി NN കൃഷ്ണദാസ്. രാഹുലിനെ പോലെ ഒരു വേതാളം പാലക്കാട് വേണ്ട എന്ന് കൃഷ്ണദാസ് പറഞ്ഞു. ഇങ്ങനെ ഒരാളെ ജനങ്ങൾക്ക് മേൽ കെട്ടിവെച്ചതിന് കോൺഗ്രസ് മാപ്പ് പറയണം, MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുമെന്നും NN കൃഷ്ണദാസ് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭാധ്യക്ഷൻ പ്രതികരിച്ചു എന്ന വാർത്തയ്ക്കെതിരെ പോലീസിൽ പരാതി. വ്യാജ പോസ്റ്റർ നിർമ്മിച്ച സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രൊഫൈൽ വഴി പ്രചാരണം നടത്തിയെന്നാണ് പരാതി. ജനങ്ങൾക്കിടയിൽ മതസ്പർദ്ധയും രാഷ്ട്രീയ വിരോധവും സൃഷ്ടിച്ച് കലാപം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് ഇതുവഴി നടക്കുന്നത് എന്നാണ് ആരോപണം. കർശന നടപടി സ്വീകരിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി ഓർത്തഡോക്സ് സുറിയാനി സഭ പരാതി നൽകി. വിഷയത്തിലെ ഡിജിറ്റൽ തെളിവുകളും സൈബർ സെല്ലിൽ ഹാജരാക്കി. യൂത്ത് കോൺഗ്രസ് ക്ലിഫ് ഹൗസ് മാർച്ചിനിടെയുണ്ടായ സംഘർഷത്തിൽ വധശ്രമത്തിന് കേസെടുത്ത പോലീസിനെതിരെ തീപ്പന്തം എറിഞ്ഞ് അപായപ്പെടുത്താൻ ശ്രമിച്ചതിന് 28 പേർക്കെതിരെയാണ് മ്യൂസിയം പോലീസ് കേസെടുത്തത്. മഹിളാ കോൺഗ്രസ് നേതാക്കളായ വീണ S. നായർ, ലീന, DCC ജനറൽ സെക്രട്ടറി ശ്രീകല തുടങ്ങിയവരും പ്രതികളാണ്. കേസിൽ അറസ്റ്റിലായ 3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ റിമാൻഡ് ചെയ്തു. ബലാത്സംഗ കേസിൽ പ്രതിയായ മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് INTUC മാർച്ച് നടത്തി. എറണാകുളം മരടിലെ വസതിയിലേക്കായിരുന്നു മാർച്ച് വീടിന് മുന്നിൽ പോലീസ് തടഞ്ഞു. INTUC ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഇടവേള. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ നെഞ്ചിൽ സർജിക്കൽ ട്യൂബ് കുടുങ്ങിയ സംഭവത്തിൽ കൈ കഴുകാൻ ആരോഗ്യവകുപ്പിന്റെ നീക്കം. നെഞ്ചിൽ സർജിക്കൽ ട്യൂബ് കുടുങ്ങിയത് കണ്ടെത്തിയതിൽ 4 മാസത്തിന് ശേഷം ചേർന്ന വിദഗ്ധ സമിതി പൂർണ്ണ നിഗമനത്തിൽ എത്താൻ സാധിച്ചിട്ടില്ല എന്ന വിചിത്ര ന്യായമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ചികിത്സാ പിഴവ് കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നുമാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. 2023 മാർച്ച് 22-നാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ തൈറോയ്ഡ് സംബന്ധമായ അസുഖത്തിന് സുമയ്യ ചികിത്സ തേടിയത്. ഡോക്ടർ രാജീവ് കുമാറാണ് ശസ്ത്രക്രിയ നടത്തിയത്. ഈ വർഷം ഏപ്രിലാണ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഞരമ്പ് കിട്ടാതെ വന്നപ്പോൾ രക്തവും മരുന്നുകളും നൽകാനായിട്ട ഗൈഡ് ലൈൻ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടെത്തിയത്. ഇതിൽ അന്വേഷണം നടത്താൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരുന്നു. എന്നാൽ സമിതി യോഗം ചേർന്നത് 4 മാസങ്ങൾക്ക് ശേഷം. അതിലും പൂർണ്ണമായ നിഗമനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ചികിത്സാ പിഴവുണ്ടായിട്ടും പരാതിയുണ്ടെങ്കിൽ ഉചിതമായി നടപടി സ്വീകരിക്കുമെന്നുമാണ് പത്രക്കുറിപ്പിൽ ആരോഗ്യവകുപ്പ് പറയുന്നത്. $50 സെന്റിമീറ്റർ നീളമുള്ള ട്യൂബ് നെഞ്ചു മുതൽ ഹൃദയം വഴി കാലിലെ രക്തക്കുഴൽ വരെയാണ് കുടുങ്ങിക്കിടക്കുന്നത്. എന്നാൽ ഇത് നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകില്ല എന്നാണ് വിശദീകരണം. ഗൈഡ് വയർ രക്തക്കുഴലിൽ ഒട്ടിപ്പോയതായും ഇനി ശസ്ത്രക്രിയ നടത്തി ട്യൂബ് പുറത്തെടുക്കാനാകില്ലെന്നുമാണ് വിദഗ്ധ ഡോക്ടർമാർ കുടുംബത്തെ അറിയിച്ചത്. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ പരാതി ഒന്നും ലഭിച്ചിട്ടില്ല എന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. ഈ റിപ്പോർട്ട് വീണ്ടും ശ്രീചിത്രയിൽ കാണിച്ചപ്പോഴാണ് പറയുന്നത് ഇത് എടുക്കാൻ പറ്റത്തില്ല, ഇത് ഒട്ടിപ്പോയി, രക്തക്കുഴലിനകത്ത് ഇത് ഒട്ടിപ്പോയി, ഇതിന്റെ പുറത്ത് കൂടെ ഒരു കോട്ടിങ് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹാർട്ടിലായിട്ട് സൈഡിൽ ചെറുതായിട്ട് ഒട്ടിപ്പോയിട്ടുണ്ട്. അപ്പൊ ഇത് റിമൂവ് ചെയ്യുമ്പോൾ ഹാർട്ടിന് ബ്ലീഡിങ് ഉണ്ടാവും. അപ്പൊ അത് പിന്നെ വലിയൊരു മേജർ സർജറിയൊക്കെ ആ സമയത്ത് ചെയ്യേണ്ടി വരും. ഇപ്പം ഇത് കിടക്കണോണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇതിനിടെ ചികിത്സാ പിഴവ് സംബന്ധിച്ചുകൊണ്ടുള്ള ഡോക്ടറുടെ ശബ്ദരേഖ പുറത്തു വന്നിരുന്നു. യുവതി ഇപ്പോൾ വിട്ടുമാറാത്ത ശ്വാസമുട്ടൽ കാരണം ദുരിതം അനുഭവിക്കുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്റർ അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടു. അണുവിമുക്തമാക്കാനാണ് നടപടി. ഇതോടെ അടിയന്തര ശസ്ത്രക്രിയയ്ക്കായി എത്തുന്ന നിർധനരായ രോഗികളെപ്പോലും മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റുകയാണ്. എല്ലാ വർഷവും ഓപ്പറേഷൻ തിയേറ്റർ 7 ദിവസത്തേക്ക് അണുവിമുക്തമാക്കാൻ അടച്ചിടാറുണ്ട് എങ്കിലും ഇത്തവണ എന്ന് പ്രവർത്തനം ആരംഭിക്കും എന്ന് വ്യക്തമാക്കിയിട്ടില്ല. വിഷയത്തിൽ പ്രതികരിക്കാൻ അധികൃതരും ഇതുവരെ തയ്യാറായിട്ടില്ല.
ഭൂപതിവ് ചട്ട ഭേദഗതി നിലവിൽ വന്നതോടെ മലയോര മേഖലയിൽ നേട്ടം കൊയ്യാം എന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. മുന്നണി മാറ്റ ചർച്ചകൾ സജീവമായിരിക്കെ കേരള കോൺഗ്രസിനെ ഇടതുമുന്നണിയിൽ ഉറപ്പിക്കാം എന്നും CPIM കണക്കുകൂട്ടുകയാണ്. അതേസമയം ചട്ടഭേദഗതിയിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ച് കോൺഗ്രസും BJPയും രംഗത്തു വന്നു. ഭൂപതിവ് ചട്ട ഭേദഗതിയിലൂടെ കൃത്യമായ രാഷ്ട്രീയ നേട്ടമുണ്ടാകുമെന്ന് തന്നെയാണ് ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടൽ. വന്യമൃഗ പ്രശ്നങ്ങൾ മൂലം മലയോര മേഖലയിൽ വലിയ സമരങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ഇതുകൂടാതെയായിരുന്നു പട്ടയ പ്രശ്നം. നിലവിലെ ഭേദഗതിയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് CPM കണക്കുകൂട്ടുന്നു. മാത്രമല്ല, ആടി ഉലഞ്ഞു നിൽക്കുന്ന കേരള കോൺഗ്രസിനെ അടിയുറപ്പിച്ചു നിർത്താമെന്നും CPM കരുതുന്നു. അവിടെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു, അവർക്ക് ഭൂമി പണയപ്പെടുത്താൻ കഴിയില്ല, അവിടെ വേണ്ട പോലെ അവർക്ക് ബിൽഡിംഗ് നിർമ്മിക്കാൻ കഴിയില്ല. അങ്ങനെ ചട്ട ഭേദഗതിയുടെ അപാകത കൊണ്ട് വലിയൊരു പ്രശ്നം ആ മേഖല മുഴുവൻ നേരിട്ടിരുന്നു. ഈ കാര്യം ഗൗരവകരമായി ആദ്യം മുന്നോട്ട് വെച്ചത് കേരള കോൺഗ്രസ് എമ്മാണ്. ശ്രീ ജോസ് കെ മാണി മുഖ്യമന്ത്രിയെ കണ്ട് ഈ കാര്യങ്ങൾ ഗൗരവമായി പറഞ്ഞു. ഇടുക്കി റോഷി അഗസ്റ്റിൻ അവിടെ മന്ത്രിയാണ്. അപ്പോൾ ആ മേഖലയിലെല്ലാം ഉള്ള മലയോര മേഖല, ഇടുക്കി മാത്രമല്ല മറ്റു മലയോര മേഖലകളിലും എല്ലാം ഈ പ്രശ്നം നിലനിൽക്കുന്നു എന്നുള്ളത് വലിയ പ്രോബ്ലമായിരുന്നു. ഇടുക്കിയിൽ അത് വലിയ പ്രശ്നമായിരുന്നു. തീർച്ചയായിട്ടും അത് പരിഹരിക്കപ്പെട്ടുള്ളതാണല്ലോ. അപ്പൊ കേരള കോൺഗ്രസ് ശബ്ദം ഉയർത്തി, അത് LDF ഒരുപോലെ ഒറ്റക്കെട്ടായിട്ട് നിന്നു. അതേസമയം ഭേദഗതിയെ എതിർത്ത് കോൺഗ്രസും BJPയും രംഗത്ത് വന്നു. ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നാണ് ആക്ഷേപം. സമരങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകും. ഭൂപതിവ് ചട്ടം ഭേദഗതി ചെയ്യണം എന്നുള്ളത് ദീർഘനാളായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യമായിരുന്നു. കാരണം പഴയ കാലത്ത് കുടിയേറ്റ കർഷകരായിട്ട് കടന്നു വന്ന ആളുകൾക്ക് അന്നത്തെ സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഭൂപതിവ് ചട്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോ ഈ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ ഒരു ഉത്കണ്ഠ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ചട്ടം ഭേദഗതിയുടെ മറവിൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇതിനകത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന ഫീസുകളുടെ അദമ്യമായ ഒരു കാര്യങ്ങൾ വരാൻ പോകുന്നത് ഓർക്കുമ്പോൾ ഒരിക്കലും ഇത് അഫോർഡബിൾ ആയിട്ടുള്ള, അതായത് എല്ലാ നിയമ ഉപാധികളോട് കൂടിയാണ് പഞ്ചായത്തുകളിൽ ലൈസൻസ് കൊടുത്ത് കെട്ടിട നിർമ്മാണ ചട്ടം അനുസരിച്ചുകൊണ്ട് ആ കെട്ടിടങ്ങളൊക്കെ ഈ മണ്ണിൽ പടുത്തുയർത്തിയിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിലെ പോലെ തന്നെ കുടിയേറ്റക്കാരെ വീണ്ടും കയ്യേറ്റക്കാരായി ചിത്രീകരിക്കുന്ന നിലപാടാണ് ഇന്നലെ വന്നിട്ടുള്ള മന്ത്രിസഭാ തീരുമാനത്തിലൂടെ വ്യക്തമായിട്ടുള്ളത്. നിർമ്മാണ നിരോധനം ഇടുക്കിയിലെ അപ്പാടെ തകർത്ത, ഇടുക്കിയുടെ സമ്പദ്ഘടനയെ അപ്പാടെ തകർത്ത നിർമ്മാണ നിരോധനം തുടരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അത് ഇടുക്കിയെ സമ്പൂർണ്ണമായും തകർക്കും. അതേസമയം നിയമ ഭേദഗതിക്കെതിരെ പരിസ്ഥിതി സംഘടനകളും സമരത്തിലേക്ക് കടന്നേക്കും. ഏതായാലും കാലങ്ങളായുള്ള ആവശ്യം നടപ്പായി എന്നാണ് കേരള കോൺഗ്രസ് എം ചൂണ്ടിക്കാട്ടുന്നത്. തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ നേട്ടം മുന്നം വെച്ചുകൊണ്ടുള്ള പ്രചാരണങ്ങൾക്കായിരിക്കും ഇനി മുന്നണികൾ നേതൃത്വം നൽകുക. ന്യൂസ് 18 കോട്ടയം. പമ്പയിൽ നടക്കാനിരിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം വോട്ട് ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയ നാടകമെന്ന പ്രചാരണം ശക്തമാക്കി BJP. സംഗമത്തിലേക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെ ക്ഷണിച്ചതും BJP ആയുധമാക്കുകയാണ്. ഹിന്ദു വൈറസ് ആണെന്ന് പറഞ്ഞ സ്റ്റാലിനും ഭക്തരെ ദ്രോഹിച്ച മുഖ്യമന്ത്രിയും സംഗമത്തിൽ പോകരുത് എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു. എന്നാൽ അയ്യപ്പ സംഗമത്തിന് ക്ഷണിച്ചാൽ പങ്കെടുക്കുമെന്ന നിലപാടിൽ ആണ് BJP. തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ നീക്കമാണ്, വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നതിന്റെ ഭാഗമായാണ് അഖില ലോക അയ്യപ്പ സംഗമം സർക്കാർ സംഘടിപ്പിക്കുന്നതെന്ന വിമർശനമാണ് BJP ഉയർത്തുന്നത്. നേരത്തെ ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിലടക്കം ഹിന്ദു വോട്ടുകൾ ഇടതുമുന്നണിയിൽ നിന്ന് CPIMൽ നിന്ന് അകന്നുപോയിരുന്നു. അത് തിരിച്ചുപിടിക്കാനുള്ള രാഷ്ട്രീയ കളി എന്ന് BJP ഇതിനെ വിമർശിക്കുന്നു. BJP ഒരു കാര്യം തിരിച്ചറിയുന്നുണ്ട്. ഏതായാലും നേരത്തെ CPIMന്റെ ഭാഗമായിരുന്ന വോട്ടുകൾ ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിന് ശേഷം BJPയിലേക്ക് വന്നിട്ടുണ്ട്. അത് തിരിച്ചുപോകുമെന്ന ആശങ്ക BJPക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ എതിർക്കാൻ BJP തയ്യാറാകുന്നത്. അല്ലെങ്കിൽ അഖില ലോക അയ്യപ്പ സംഗമത്തിനെതിരെ BJP നിലപാടെടുത്തത്. പക്ഷെ അപ്പോൾ ഒരു കാര്യം അവർ ഉറപ്പിച്ചു പറയുന്നു, ഒരു കാരണവശാലും അയ്യപ്പ സംഗമത്തിനെതിരല്ല BJP. എങ്ങനെയാണ് ഒരു മതേതര സർക്കാർ ഹിന്ദുക്കളുടെ ഒരു ആചാരപരമായ കാര്യങ്ങൾ, ഇതിനെ മുഖ്യമന്ത്രി തന്നെയാണ് പറഞ്ഞത്, ആചാരപരമായ കാര്യമാണ് പമ്പയിൽ നടക്കാൻ പോകുന്നത്. അങ്ങനെ ആചാരപരമായ കാര്യങ്ങളിൽ എങ്ങനെയാണ് ഒരു മതേതര സർക്കാർ ഇടപെടുക? ഇനി അത് ചെയ്യേണ്ടത് ദേവസ്വം ബോർഡാണ്. പക്ഷെ ദേവസ്വം ബോർഡ് നോക്കുകുത്തിയായിക്കൊണ്ട് സർക്കാർ ഈ കാര്യങ്ങൾ ചെയ്യുന്നു. മറ്റൊന്ന്, ഇതിൽ മുഖ്യാതിഥിയായി ക്ഷണിച്ചത് തികച്ചും നാസ്തികരായ ഹൈന്ദവ സമൂഹത്തിനെതിരെ, ഹിന്ദുക്കൾക്കെതിരെ നിലപാടെടുത്തിട്ടുള്ള DMKയുടെ നേതാക്കളായ ഉദയനിധി സ്റ്റാലിനെയും MK സ്റ്റാലിനെയുമാണ്. അവരെ എന്തിനു ക്ഷണിച്ചു എന്ന ചോദ്യവും BJP മുന്നോട്ട് വയ്ക്കുന്നു. അതുകൊണ്ടാണ് അതിനെ എതിർത്തത്.
ആ അയ്യപ്പ സംഗമം അയ്യപ്പ ഭക്തന്മാർ വരുന്ന സ്ഥലത്ത് ഹിന്ദുവിന്റെ എതിരെ ഹിന്ദു വൈറസ് ആണെന്ന് പറഞ്ഞ DMK സ്റ്റാലിനും അയ്യപ്പ ഭക്തന്മാരെ ദ്രോഹിച്ച CPM മുഖ്യമന്ത്രി അവിടെ പോവാൻ പാടില്ല, കാരണം അതൊരു അപമാനമാണ് എന്ന് ഞങ്ങൾ കൃത്യമായി പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിൽ പങ്കെടുക്കുകയാണെങ്കിൽ നേരത്തെ ഈ ശബരിമല സ്ത്രീ പ്രവേശന വിഷയ സമയത്ത് ആ സമരകാലത്ത് ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറയണം, അതിലെടുത്ത കേസുകൾ പിൻവലിക്കണമെന്നും BJP ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം തങ്ങളെ ക്ഷണിച്ചാൽ ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കുന്നു. ഏതായാലും സർക്കാരിന്റെ നീക്കത്തിന് പിന്നിൽ അയ്യപ്പന്മാരുടെ ക്ഷേമമോ ശബരിമലയുടെ ക്ഷേമമോ വികസനമോ അല്ല, മറിച്ച് രാഷ്ട്രീയ ലക്ഷ്യമെന്നാണ് ഇപ്പോൾ BJPയുടെ വിലയിരുത്തലുണ്ടാകുന്നത്. പക്ഷേ അവർ അതിൽ പങ്കെടുക്കും. സ്റ്റാലിനെ പങ്കെടുപ്പിക്കുന്നതിലെ പ്രതിഷേധം അവർ നേരത്തെ അറിയിച്ചതാണ്. മുഖ്യമന്ത്രി പങ്കെടുക്കുമ്പോൾ അതിൽ അദ്ദേഹം മാപ്പ് പറയാൻ തയ്യാറാകണമെന്ന് കൂടി BJP ആവശ്യപ്പെടുന്നു. സംഘപരിവാർ സംഘടനകൾ BJP ഉൾപ്പെടെയുള്ള എല്ലാ സംഘപരിവാർ സംഘടനകളെയും ക്ഷണിക്കുമെന്ന് സർക്കാരും നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. സിറോ മലബാർ സഭയിൽ പുതിയ മെത്രാൻ നിയമനങ്ങൾ, 4 പുതിയ അതിരൂപതകളും പ്രഖ്യാപിച്ചു. ഫാദർ ജെയിംസ് പട്ടേരിലിനെ ബെൽത്തങ്ങാടി രൂപതയുടെ ബിഷപ്പായി നിയമിച്ചു. ഫാദർ ജോസഫ് തച്ചാപ്പറമ്പത്ത് ആദിലാബാദ് രൂപത അധ്യക്ഷനാകും. സഭാ കൂരിയ മെത്രാൻ മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കലിനെ കല്യാൺ രൂപത അധ്യക്ഷനായി നിയമിച്ചു. ഫരീദാബാദ്, ഉജ്ജയിൻ, ശംഷാബാദ്, കല്യാൺ എന്നീ രൂപതകളെ അതിരൂപതകളായി ഉയർത്തി. മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര, മാർ സെബാസ്റ്റ്യൻ വടക്കേൽ, മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ, മാർ പ്രിൻസ് ആന്റണി പാങ്ങോടൻ എന്നിവർക്ക് മെത്രാപ്പോലീത്തൻ ആർച്ച് ബിഷപ്പ് പദവി നൽകി. സഭാസ്ഥാനമായ കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ നടന്ന സിനഡ് സമ്മേളനത്തിലാണ് തീരുമാനം. ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന യുദ്ധങ്ങൾ ദീർഘകാലം നീണ്ടു നിന്നേക്കാമെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഇതനുസരിച്ച് തയ്യാറെടുപ്പുകൾ വേണമെന്ന് അദ്ദേഹം ഡൽഹിയിൽ രൺ സംവാദ് സെമിനാർ വേദിയിൽ പറഞ്ഞു. സൈബർ മേഖലയിലും ഭാവിയിൽ യുദ്ധമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. In today's era, wars have become so sudden and unpredictable that it is very difficult to predict when any war will end and how long it will last. So we must be prepared for every situation. We must be prepared for this so that our surge capacity is sufficient. That is, if any war stretches from 2 months, 4 months, a year, 2 years, even 5 years, then we should be fully prepared for it. Success of Operation Sindoor is the perfect example in itself. The bravery and the swiftness with which our forces carried out action against the terrorist shelter in Pakistan was something those terrorists could never have been imagined. I firmly believe that every war leaves us with some important learnings. In the course of battle, we are able to realistically assess that level of our preparedness. If we speak the Operation Sindoor, it was indeed a striking demonstration of technology-driven warfare. ജമ്മു കാശ്മീരിലെ നൌഷേരയിൽ നുഴഞ്ഞുകയറ്റ ശ്രമം തകർത്ത് സുരക്ഷാസേന. 2 ഭീകരരെ വധിച്ചു. ജമ്മു കാശ്മീർ പോലീസും സൈന്യവും സംയുക്തമായി നടത്തിയ നീക്കത്തിലാണ് ഭീകരരെ തുരത്തിയത്. കൂടുതൽ ഭീകരർ സംഘത്തിൽ ഉണ്ടായേക്കാമെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ തെരച്ചിൽ തുടരുകയാണ്. പാകിസ്ഥാനിൽ നിന്ന് ബീഹാറിലേക്ക് ഭീകരവാദികൾ നുഴഞ്ഞു കയറിയതായി ഇന്റലിജൻസ് റിപ്പോർട്ട്. ജെയ്ഷെ മുഹമ്മദിന്റെ 3 ഭീകരർ സംസ്ഥാനത്തെത്തിയതായാണ് റിപ്പോർട്ട്. ഇതോടെ സംസ്ഥാനത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഭീകരരുടെ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടു. റാവൽപിണ്ടിയിൽ നിന്നുള്ള അസൈനർ അലി, ഉമർകോട്ടിൽ നിന്നുള്ള ആദിൽ ഹുസൈൻ, ബഹാവൽപൂർ സ്വദേശി മുഹമ്മദ് ഉസ്മാൻ എന്നിവരാണ് ബീഹാറിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുള്ളത്. കാഠ്മണ്ഡു വഴി കഴിഞ്ഞയാഴ്ചയാണ് ഇവർ ബീഹാറിൽ എത്തിയത് എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ജമ്മു കാശ്മീരിലും പഞ്ചാബിലും മഴക്കെടുതി അതിരൂക്ഷമാണ്. ജമ്മു കാശ്മീരിൽ മാത്രം മരണം 41ആയി. ഇതിൽ ഭൂരിഭാഗം പേരും വൈഷ്ണോദേവി തീർത്ഥാടകർ ആണ്. നൂറ്റാണ്ടിലെ ഏറ്റവും ഉയർന്ന മഴയാണ് ജമ്മുവിൽ രേഖപ്പെടുത്തുന്നത്. മഴയ്ക്ക് നേരിയ ശമനമുണ്ടായതോടെ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയിട്ടുണ്ട്. പഞ്ചാബിലെ അമൃത്സറിലും ഗുരുദാസ്പൂരിലുമാണ് കൂടുതൽ ദുരിതം. ബിയാസ് നദി കരകവിഞ്ഞതിനെ തുടർന്ന് ഹിമാചൽ പ്രദേശിൽ ചണ്ഡീഗഡ് മണാലി ദേശീയപാതയുടെ ഒരു ഭാഗം ഒലിച്ചുപോയി. ഡൽഹിയിൽ യമുന നദിയിലെ ജലനിരപ്പ് അപകടകരമായ നിലയിലേക്ക് ഉയർന്നു.
അമേരിക്കയിലെ മിനിയാപോളിസിൽ സ്കൂളിൽ വെടിവെപ്പ് 8ഉം 10ഉം വയസ്സുള്ള 2 കുട്ടികൾ കൊല്ലപ്പെട്ടു. 23 വയസ്സുള്ള ട്രാൻസ്ജെൻഡർ റോബിൻ വെസ്റ്റമണാണ് വെടിയുതിർത്തത്. ആക്രമണത്തിന് പിന്നാലെ ഇയാൾ സ്വയം വെടിവെച്ച് മരിച്ചു. 14 കുട്ടികൾക്ക് ഉൾപ്പെടെ 17 പേർക്ക് പരിക്കേറ്റു. അനൻസിയേഷൻ കാത്തലിക് സ്കൂളിലാണ് വെടിവെപ്പ് ഉണ്ടായത്. ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് കുട്ടികൾ പള്ളിയിലെ പ്രാർത്ഥനാ ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു. ഇതിനിടെ ജനാല വഴിയാണ് വെടിയുതിർത്തത്. ആഭ്യന്തര ഭീകരവാദം എന്ന നിലയിൽ FBI ആയിരിക്കും കേസിൽ അന്വേഷണം നടത്തുക. അക്രമി നിരവധി ക്രിസ്ത്യൻ വിരുദ്ധ സന്ദേശങ്ങൾ തന്റെ യൂട്യൂബ് ചാനൽ വഴി പങ്കുവച്ചിരുന്നു. ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായാണ് വിലയിരുത്തൽ. ഇന്ത്യയ്ക്കുള്ള അധിക തീരുവ റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന്റെ പേരിൽ മാത്രമല്ലെന്ന് സമ്മതിച്ച അമേരിക്ക. ഇന്ത്യ വ്യാപാര കരാർ അനിശ്ചിതമായി നീട്ടിയെന്ന് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ കുറ്റപ്പെടുത്തി. അതേസമയം തീരുവ പ്രതിസന്ധി നേരിടാൻ കൂടുതൽ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി വർദ്ധിപ്പിക്കാനാണ് ഇന്ത്യയുടെ നീക്കം. അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ഫോക്സ് ബിസിനസിന് നൽകിയ അഭിമുഖത്തിലാണ് താരിഫ് വിഷയത്തിലെ പുതിയ വെളിപ്പെടുത്തൽ. ഇന്ത്യയ്ക്കുള്ള അധിക തീരുവ റഷ്യൻ എണ്ണയുടെ പേരിൽ മാത്രമല്ലെന്ന് അദ്ദേഹം സമ്മതിച്ചു. വ്യാപാര കരാർ ചർച്ച ഇന്ത്യ അനാവശ്യമായി നീട്ടിയെന്നാണ് ആരോപണം. മെയ്യിൽ ഒപ്പിടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കരാറിൽ ഇനിയും തീരുമാനമായിട്ടില്ല. ചില വിഷയങ്ങളിൽ ഇന്ത്യ കടുംപിടുത്തം പിടിക്കുകയാണെന്നും സ്കോട്ട് ആരോപിച്ചു. വൈകാതെ എല്ലാം ശരിയാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. And it's not just over the Russian oil. The Indians came in very early after Liberation Day to start negotiating on tariffs, and we still don't have a deal. I think at the end of the day, we will come together. I think a lot of it. അതേസമയം അമേരിക്കയുടെ അധിക തീരുവ പ്രതിസന്ധി മറികടക്കാൻ ഇന്ത്യ നീക്കങ്ങൾ ആരംഭിച്ചു. ടെക്സ്റ്റൈൽ, ആഭരണ, സമുദ്രോൽപ്പന്ന മേഖലകളെ തീരുവ ബാധിച്ചു കഴിഞ്ഞു. ഇത് നേരിടാൻ പ്രത്യേക പാക്കേജ് അനുവദിക്കാനും ആലോചനയുണ്ട്. പ്രധാന വ്യവസായികളുമായി വാണിജ്യ മന്ത്രാലയം ചർച്ചകൾ തുടരുകയാണ്. അമേരിക്കയിൽ നിന്നും മാറി കൂടുതൽ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി സാധ്യത വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. 40 രാജ്യങ്ങളിലേക്കെങ്കിലും വ്യാപാരം വിപുലീകരിക്കാനുള്ള സാധ്യതകളാണ് സർക്കാർ തേടുന്നത്. UK-യുമായി ഒപ്പിട്ട പുതിയ വ്യാപാര കരാർ ആശ്വാസമാണ്. യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര കരാർ ഒക്ടോബറോടെ യാഥാർത്ഥ്യമാക്കാൻ ചർച്ചകൾ സജീവമാക്കിയിട്ടുണ്ട്. ഖത്തർ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളുമായും വ്യാപാര ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായും പുതിയ ബന്ധം കെട്ടിപ്പടുക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജപ്പാനിലേക്ക് തിരിക്കും. 2 ദിവസത്തെ ചർച്ചകളിൽ വ്യാപാര രംഗത്തെ സഹകരണവും ഉയർന്നുവരും. ജപ്പാനിലേക്കുള്ള കയറ്റുമതി കൂട്ടുന്ന വിഷയവും ചർച്ചയാകും. തുടർന്ന് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കായി മോദി ഞായറാഴ്ച ചൈനയിലെത്തും. ഇവിടെ വെച്ച് തീരുവ വിഷയത്തിൽ ഇന്ത്യയും ചൈനയും റഷ്യയും സംയുക്ത നിലപാടെടുക്കാനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇടവേള. ലോകത്തിന്റെ ശ്രദ്ധയാത്രയും പുന്നമടയിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ട്രാക്ക് 1-ൽ നടുഭാഗം, ട്രാക്ക് 2-ൽ കാരിച്ചാൽ, ട്രാക്ക് 3-ൽ വീയപുരം, ട്രാക്ക് 4-ൽ നിരണം. നാം നോക്കുക, വള്ളംകളി പ്രപഞ്ചത്തിന്റെ മഹാമത്സരവേദിയാണ്. ആലപ്പുഴയിലെ സംഭവിച്ചിട്ട് കുറച്ചു നാളായി. പോരാട്ട സ്മരണകളിൽ അയ്യങ്കാളി. നവോത്ഥാന നായകൻ അയ്യങ്കാളിയുടെ 162ാം ജന്മവാർഷികം ആഘോഷമാക്കി തലസ്ഥാനം. അടിച്ചമർത്തപ്പെട്ട ജനതയെ വിദ്യാഭ്യാസത്തിലൂടെയും സമര പോരാട്ടങ്ങളിലൂടെയും കൈപിടിച്ചുയർത്തിയ അയ്യങ്കാളി കേരള ചരിത്രത്തിലെ തിളക്കമാർന്ന അധ്യായമാണ്. സംസ്ഥാന സർക്കാർ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ പട്ടികജാതി വകുപ്പ് മന്ത്രി OR കേളു, വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എന്നിവർ പങ്കെടുത്തു. താഴ്ന്ന ജാതിയിൽപ്പെട്ട പഞ്ചമിക്ക് വിദ്യാഭ്യാസം നൽകിയതിന് ഒരു കാലത്ത് സവർണ ജാതിക്കാർ തീയിട്ട സ്കൂളാണിത്. ഇന്നിവിടെ ജാതിമതഭേദമന്യേ കുട്ടികൾ പഠിക്കുന്നു. കേരള ചരിത്രത്തെ മാറ്റിമറിച്ച ഈ സാമൂഹിക മാറ്റത്തിന് അടിത്തറ പാകിയ ധീരനായിരുന്നു മഹാത്മാ അയ്യങ്കാളി. വിദ്യാഭ്യാസത്തിനൊപ്പം ഇന്ന് നാം അനുഭവിക്കുന്ന അടിസ്ഥാനപരമായ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അദ്ദേഹം പോരാടി. കല്ലുമാല സമരം, വില്ലുവണ്ടി സമരം തുടങ്ങിയ ഓരോ സമരങ്ങളും ജാതിക്കോമരങ്ങളുടെ നെറ്റിയിൽ തറച്ച ആണികളായിരുന്നു. അയ്യങ്കാളിയെ തലസ്ഥാനത്ത് വർണ്ണാഭമായാണ് അനുസ്മരിച്ചത്. തിരുവനന്തപുരം വെള്ളയമ്പലത്ത് അയ്യങ്കാളി സ്ക്വയറിൽ സമ്മേളനവും പുഷ്പാർച്ചനയും ഘോഷയാത്രയും നടന്നു. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ അയ്യങ്കാളി അനുസ്മരണ ചടങ്ങുകൾ നടന്നു. സർക്കാർ അനുസ്മരണ സമ്മേളനത്തിൽ മന്ത്രിമാരായ OR കേളു,
വി ശിവൻകുട്ടി, GR അനിൽ, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, മേയർ ആര്യ രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 തിരുവനന്തപുരം. ബോട്ടിന് ഭീമമായി പിഴ ചുമത്തിയെന്നാരോപിച്ച് എറണാകുളം വൈപ്പിന് മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം. കായലിൽ ബോട്ട് നിരത്തിയുള്ള പ്രതിഷേധത്തെ തുടർന്ന് വാട്ടർ മെട്രോയും ജങ്കാർ സർവീസുകളും തടസ്സപ്പെട്ടു. ഫിഷറീസ് വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറും പോലീസും മത്സ്യത്തൊഴിലാളികളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. ലൈസൻസ് പുതുക്കാതെ മത്സ്യബന്ധനത്തിന് പോയ ജപമാല വള്ളത്തിന് ഫിഷറീസ് AD 2.5 ലക്ഷം രൂപ പിഴയിട്ടതായിരുന്നു സമര കാരണം. പുലർച്ചെ 6-ന് ആരംഭിച്ച സമരം 10:30 വരെ നീണ്ടുനിന്നു. മത്സ്യബന്ധനത്തിന് പോകാതെ കായലിൽ ബോട്ട് നിരത്തിയാണ് മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധിച്ചത്. ഇതോടെയാണ് ഹൈക്കോർട്ട് വൈപ്പിൻ ജലഗതാഗതം തടസ്സപ്പെട്ടത്. 4.5 മണിക്കൂറിന് ശേഷമാണ് സമരം അവസാനിപ്പിച്ചത്. പിഴ ഒഴിവാക്കുകയും പെർമിറ്റ് ഫീസും ക്ഷേമനിധി തുകയും അടക്കുകയും ചെയ്യാമെന്ന് മത്സ്യത്തൊഴിലാളികൾ സമ്മതിച്ചതോടെ ചർച്ച സമവായത്തിലെത്തി. ഫിഷറീസ് വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ, പോലീസ്, മത്സ്യത്തൊഴിലാളികൾ എന്നിവരാണ് ചർച്ച നടത്തിയത്. ന്യൂസ് 18 കൊച്ചി. മൂന്നാർ ടൗണിലെ വ്യാപാര സ്ഥാപന ഉടമകളോട് രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകി. സെപ്റ്റംബർ 1 മുതൽ 3 വരെയുള്ള ദിവസങ്ങളിൽ ദേവികുളം RDO ഓഫീസിൽ നേരിട്ട് ഹാജരാക്കാനാണ് നിർദ്ദേശം. നോട്ടീസ് നൽകിയത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമെന്നാണ് സബ് കളക്ടർ VM ആര്യ വ്യക്തമാക്കിയിട്ടുള്ളത്. 40ഓളം വ്യാപാരികളോടാണ് രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. മൂന്നാറിലെ കടകൾക്ക് നോട്ടീസ് കൊടുത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഓർഡർ പ്രകാരമാണ്. അവരുടെ രേഖകളുടെ ആധികാരികത പരിശോധിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഈ വരുന്ന ഹിയറിങ്ങുകൾക്കുള്ളൂ. അപ്പോൾ കോടതി വിധിയുള്ളത് കൊണ്ട് അത് കംപ്ലൈ ചെയ്യേണ്ട റവന്യൂ ഉദ്യോഗസ്ഥർ എന്ന നിലയിലാണ് ഈ ഓഫീസിൽ നിന്നും നമ്മൾ നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അത് ഈ പറയുന്നത് ഒരു ഒഴിപ്പിക്കൽ നടപടി അല്ല. ഇപ്പോൾ കോടതി പറഞ്ഞത് പ്രകാരമുള്ള ഒരു ഹിയറിംഗ് മാത്രമാണ് നമ്മൾ ഈ വരുന്ന ദിവസങ്ങളിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. കൊല്ലം മൺട്രോത്തുരുത്തിലെ ജങ്കാർ സർവീസ് നിലച്ചിട്ടും ഒരു നടപടിയുമില്ലെന്ന ആരോപണം. നിലവിൽ പട്ടംതുരുത്തിലേക്കും പെരുമണിലേക്കും കായൽ മാർഗമുള്ള യാത്ര പ്രതിസന്ധിയിലാണ്. അറ്റകുറ്റപ്പണിക്ക് ശേഷം പേഴുംതുരുത്തിലേക്ക് സർവീസ് ആരംഭിക്കാനാണ് അധികൃതരുടെ ആലോചന. വേലിയിറക്ക സമയത്ത് മണൽത്തിട്ടയിൽ തട്ടിയാണ് മൺട്രോത്തുരുത്തിൽ ജങ്കാറിന്റെ എഞ്ചിൻ തകരാറിലായത്. 2 മാസം പിന്നിട്ടിട്ടും പ്രശ്നം പരിഹരിച്ച് സർവീസ് പുനരാരംഭിക്കാൻ സാധിച്ചിട്ടില്ല. പെരുമൺ പേഴുംതുരുത്ത് പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണം തുടങ്ങിയതോടെയാണ് സർവീസ് പട്ടാംതുരുത്തിലേക്ക് മാറ്റിയത്. വാഹനങ്ങൾ അടക്കം വഹിച്ചുകൊണ്ടുപോകാൻ ശേഷിയുള്ള ജങ്കാർ ഉടൻ പുനരാരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജങ്കാർ നിർത്തലാക്കിയിട്ട് 2 മാസം കഴിഞ്ഞു. അവരടുത്ത് ചോദിക്കുമ്പോൾ പറയും ഇന്ന് ഉടനെ തുടങ്ങുമെന്ന് മാത്രമുള്ള ഒരു മറുപടി മാത്രമേ കിട്ടുന്നുള്ളൂ. വ്യക്തമായ ഒരു മറുപടി ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഓണത്തിന് മുമ്പെങ്കിലും തുടങ്ങുമെന്നുള്ള പ്രതീക്ഷയാണ് ജനങ്ങളിരിക്കുന്നത്. അത് അവർ തന്നെ തീരുമാനിക്കണം എന്ന് തുടങ്ങുമെന്നുള്ളത്. പിന്നെ പെരുവം പാലത്തിൻ്റെ പണിയെന്ന് പറഞ്ഞാൽ ഇഴഞ്ഞു നീങ്ങുകയാണ്. ഇവിടുത്തെ ഒന്നാമത്തെ കാര്യം ഇപ്പോഴത്തെ പുതിയ രീതിയിലുള്ള പാലമായതുകൊണ്ട് അതിൻ്റെ ടെക്നോളജിയും അതിൻ്റെ വർക്കറും നല്ല രീതിയിൽ അറിയാത്ത ആൾക്കാരാണ് തോന്നി. ഈ പാലം ഇപ്പോൾ ഇന്ത്യ തന്നെ 2ാമത്തെ അങ്ങോട്ടാണ്. അതുകൊണ്ട് അതേ കണക്കുള്ള ബുദ്ധിമുട്ട് പിന്നെ അവിടുത്തെ ലേവേഴ്സിനുണ്ട്, അവിടുത്തെ സ്റ്റാഫുകൾക്കും ഉണ്ട്, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കും ഉണ്ട്. അതുകൊണ്ട് പാലം പണി ഇഴഞ്ഞു നീങ്ങിയാണ്. വേലിയിറക്കത്തിൽ കായലിലെ ജലനിരപ്പ് താഴ്ന്നതോടെയാണ് അടിത്തട്ടിലുള്ള തെങ്ങിൻ കുറ്റികളിൽ ജങ്കാർ തട്ടാൻ തുടങ്ങിയത്. ഒടുവിൽ വള്ളത്തിന്റെ ഫൈബർ ബോഡി തകരുകയായിരുന്നു. സർവീസ് നിലച്ചതോടെ മൺട്രോത്തുരുത്തുകാർ കൊല്ലത്തേക്കെത്താനും മടങ്ങാനും കുണ്ടറ വഴി 25 കിലോമീറ്ററിലേറെ ചുറ്റിക്കറങ്ങുകയാണ്. പെരുമൺ പാലം പണി തുടങ്ങിയിട്ട് ഏകദേശം 5 വർഷത്തെ കൂടുതലായി. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ ആദ്യഘട്ടങ്ങളിൽ തന്നെ ഇതിനൊരു അനുമതി നൽകിയതാണ്. പക്ഷേ അതിൻ്റെ പണി 20-ൽ തുടങ്ങിയെങ്കിൽ തന്നെയും പിന്നെ പല സാങ്കേതിക കാരണങ്ങൾ കൊണ്ടും അവസാനം ഒരു 150 മീറ്ററിനകത്തുള്ള പണി നടക്കാതെ നാട്ടുകാർക്ക് വളരെയേറെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത നരകയാതനയാണ്. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് തീർന്ന് ഞങ്ങളുടെ ഈ ആയുസ്സിനുള്ളിൽ ഒന്ന് കാണാൻ ഒക്കുമോ എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഉൾഭയം. വളരെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു ഇതൊന്നും നടന്ന് അതിനെക്കൂടെ ഒരു യാത്ര പോകണമെന്നുള്ളത്. അത് നടക്കുമെന്നുള്ള കാര്യം ഇനിയും ഒരു നിശ്ചയമില്ല. അഞ്ചാലുമൂട് ഭാഗത്തുള്ളവർ ശാസ്താംകോട്ട ഭാഗത്തേക്ക് പോകാനും കിലോമീറ്ററുകൾ അധികം സഞ്ചരിക്കേണ്ട അവസ്ഥയാണ്. ജങ്കാർ ഉടമസ്ഥർ പ്രതിദിനം 100 രൂപ പഞ്ചായത്തിന് ലൈസൻസ് ഫീസ് നൽകണമെന്ന വ്യവസ്ഥയിലാണ് അനുമതി നൽകിയത്. എന്നാൽ 1 രൂപ പോലും അടച്ചിട്ടില്ല എന്നും പഞ്ചായത്ത് അധികൃതർ ആരോപിച്ചു. തകരാറുകൾ പരിഹരിച്ച് ഉടൻ തന്നെ ജങ്കാർ സർവീസ് ആരംഭിക്കുമെന്നാണ് പനയം പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. ന്യൂസ് 18 കൊല്ലം.
നടി ലക്ഷ്മി മേനോൻ പ്രതിയായ IT ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ മിഥുൻ ക്രിമിനൽ പശ്ചാത്തലം ഉള്ളയാളെന്ന് പോലീസ്. 2023 തൃശൂരിൽ നടന്ന സ്വർണ്ണക്കവർച്ച കേസിലും മിഥുൻ പ്രതിയാണ്. മറ്റു പ്രതികളുടെ പശ്ചാത്തലം പോലീസ് അന്വേഷിച്ചു വരികയാണ്. ലക്ഷ്മി മേനോനെ ആവശ്യമെങ്കിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു. നടി ലക്ഷ്മി മേനോൻ പ്രതിയായ ബാർ ആക്രമണ കേസിലെ അറസ്റ്റിലായ പ്രതികൾ, അറസ്റ്റിൽ 3 പേരാണ് ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത്. ഇതിൽ അനീഷ, മിഥുൻ, സോന എന്നിവരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഇപ്പോൾ ഇവർ റിമാൻഡിലാണ്. ഈ പ്രതികളെ സംബന്ധിച്ചിട്ടുള്ള അവരുടെ ക്രിമിനൽ പശ്ചാത്തലം സംബന്ധിച്ച് എറണാകുളം നോർത്ത് പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു. ഈ 3 പ്രതികളിൽ മിഥുന് നേരത്തെ കേസുകൾ ഉണ്ടായിട്ടുള്ളതായാണ് പോലീസ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതൊരു ഗുരുതര സ്വഭാവത്തിലുള്ള കേസ് തന്നെയാണ്. 2023 തൃശ്ശൂരിൽ സ്വർണ്ണാഭരണം കവർച്ച ചെയ്ത സംഘത്തിലെ പ്രധാനപ്പെട്ട പ്രതിയാണ് മിഥുൻ മോഹൻ എന്ന് പറയുന്ന ഇയാൾ. അന്ന് 2023 നടന്നത് തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോടേക്ക് സ്വർണ്ണാഭരണങ്ങളുമായി അതിൻ്റെ ഒരു വിതരണത്തിന് പോവുകയായിരുന്ന ഒരാളിൽ നിന്നാണ് അയാളെ വഴിയിൽ നിന്ന് തട്ടിയെടുത്ത ശേഷം സ്വർണം ഇവർ കവർച്ച ചെയ്യുകയായിരുന്നു. 244 ഗ്രാം സ്വർണ്ണമാണെന്ന് കവർച്ച ചെയ്യപ്പെട്ടത്. അപ്പോൾ ആ കേസിലെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു മിഥുൻ പിന്നീട് ഈ കേസിൽ ജാമ്യത്തിലിറങ്ങി. ഇതിനുശേഷമാണ് ഇവിടെ കൊച്ചിയിൽ ഇപ്പോൾ ഈ ബാറിലുണ്ടായിരുന്ന ഈ അടിപിടി കേസിലടക്കം പ്രതിയാവുകയും ചെയ്യുന്നത്. ഇയാളുമായി ബന്ധപ്പെട്ട് മറ്റു കേസുകളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുകയുണ്ട്. എന്താണ് നടി ലക്ഷ്മി മേനോന് ഈ പ്രതികളുമായിട്ടുള്ളൊരു ബന്ധം, പ്രത്യേകിച്ച് മിഥുൻ എന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുമായിട്ടെല്ലാം തന്നെ ഇവർക്ക് എന്താണ് ബന്ധം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് പരിശോധന നടത്തുന്നത്. എന്തായാലും ഈ കേസിൽ നടിയുടെ അറസ്റ്റ് അടുത്ത മാസം 18 വരെയാണ്, കേസ് പരിഗണിക്കുന്നതുവരെയാണ് ഹൈക്കോടതി തടഞ്ഞിട്ടുള്ളത്. ഈ സമയം വരെയും ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റ് വസ്തുതകൾ പോലീസ് ശേഖരിക്കുകയാണ്. ആവശ്യമെങ്കിൽ ഇവരെ നോട്ടീസ് നൽകി അതിനു മുൻപ് വിളിപ്പിക്കണമോ എന്ന കാര്യത്തിലടക്കം ചർച്ച നടക്കുന്നുണ്ട്. എന്തായാലും ഹൈക്കോടതി ഈ കേസിൽ എന്ത് തീരുമാനമെടുക്കുന്നു, ഇവർക്ക് ജാമ്യം അനുവദിക്കുന്നോ അതോ മറ്റു കാര്യങ്ങളുമായിട്ട് ഇവരെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ വരാൻ ആവശ്യപ്പെടുകയാണോ ചെയ്യുന്നത് എന്ന നിർദ്ദേശം നൽകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘവും കാത്തിരിക്കുകയാണ്. എന്തായാലും ഈ കേസ് സംബന്ധിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾ തുടരുകയാണ്. കാസർഗോഡ് അമ്പലത്തറ പറക്കാളയിൽ കൂട്ടാത്മഹത്യ. ഒരു കുടുംബത്തിലെ 3 പേർ ജീവനൊടുക്കി. ഒണ്ടാംപുളിക്കാലിലെ ഗോപി, ഭാര്യ ഇന്ദിര, മകൻ രഞ്ജേഷ് എന്നിവരാണ് മരിച്ചത്. മറ്റൊരു മകൻ രാകേഷ് ഗുരുതരാവസ്ഥയിൽ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സാമ്പത്തിക ബാധ്യതയാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പറക്കളായിൽ ഒരു കുടുംബത്തിലെ 3 പേർ കൂട്ട ആത്മഹത്യ ചെയ്തു. ഒണ്ടാംപുളിക്കാലിലെ ഗോപി, ഭാര്യ ഇന്ദിര, മകൻ രഞ്ജേഷ് എന്നിവരാണ് ആസിഡ് കുടിച്ച് ജീവനൊടുക്കിയത്. ഇളയ മകൻ രാകേഷ് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതിതീവ്ര വിഭാഗത്തിൽ ചികിത്സയിലാണ്. ചെമ്മൻകോട്ട് സ്റ്റേഷനറി കട നടത്തുകയായിരുന്നു ഗോപി. കടുത്ത സാമ്പത്തിക ബാധ്യതയിലായിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. പുലർച്ചെ ആസിഡ് കുടിച്ച ഇവർ വിവരം നാട്ടുകാരെ അറിയിച്ചിരുന്നു. പിന്നീട് അവശനിലയിൽ കണ്ടെത്തിയ ഇവരെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഗോപി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു. ഭാര്യ ഇന്ദിരയെയും മകൻ രഞ്ജേഷിനെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരിച്ചത്. മറ്റൊരു മകൻ രാകേഷ് ഗുരുതരാവസ്ഥയിൽ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. രഞ്ജേഷ് വിദേശത്തു നിന്നും ഏതാനും മാസങ്ങൾക്ക് മുൻപ് നാട്ടിലെത്തി കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത അമ്പലത്തറ പോലീസ് വിശദമായ പരിശോധന ആരംഭിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. നെയ്യാറ്റിങ്ങര ഉദയൻകുളങ്ങരയിൽ ലോറി മറിഞ്ഞ ഒരാൾക്ക് പരിക്ക്. ഇന്ന് രാവിലെയാണ് നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് നിർമ്മാണ സാധനങ്ങളുമായി വന്ന ലോറി ദേശീയപാതയിൽ അപകടത്തിൽപ്പെട്ടത്. ടയർ പൊട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ലോറി മറിയുകയായിരുന്നു. ഡ്രൈവർ ഉൾപ്പെടെ 5 പേർ വാഹനത്തിലുണ്ടായിരുന്നു. കൈക്ക് ഗുരുതര പരിക്കേറ്റ മാർത്താണ സ്വദേശിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റുള്ളവർ നിസ്സാര പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകടത്തിന് പിന്നാലെ ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. ഓണാഘോഷങ്ങളുടെ ഭാഗമായി റോഡിൽ വിദ്യാർത്ഥികളുടെ സാഹസിക യാത്ര. മൂവാറ്റുപുഴ ഇലാഹിയ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ് സംഭവത്തിന് പിന്നിൽ. കാറുകൾക്കും SUV-കൾക്കും പുറമെ KSRTC ബസ്സും വാടകയ്ക്കെടുത്തായിരുന്നു വിദ്യാർത്ഥികളുടെ ഓണാഘോഷം. ബസിന്റെ ചവിട്ടുപടിയിലും ജനലുകളിലും ഇരുന്നും നിന്നുമൊക്കെയായിരുന്നു യാത്ര. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നു. മഴക്കാലത്തെ പാറമട ഖനനത്തിൽ വലഞ്ഞ എറണാകുളം മഴുവന്നൂർ പഞ്ചായത്തിലെ 13-ാം വാർഡിലെ ജനങ്ങൾ. പാറ കയറ്റിയുള്ള ടിപ്പർ ലോറികളുടെ യാത്രയിൽ റോഡുകൾ തകർന്നില്ലാതായി. പാറമണൽ റോഡിലേക്ക് വീണ്
ചെളി നിറഞ്ഞതോടെ സൈക്കിൾ യാത്രക്കാർക്ക് പോലും യാത്ര ദുഷ്കരമായിരിക്കുകയാണ്. പലവട്ടം പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതിനാൽ പാറമടയ്ക്ക് മുന്നിൽ ജനങ്ങൾ പ്രതിഷേധം സംഘടിപ്പിച്ചു. പരിധി ലംഘിച്ചും അനുവദിച്ച സമയം കഴിഞ്ഞും കടക്കനാട്ടിൽ പാറമട പ്രവർത്തിക്കുന്നുവെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. മഴക്കാലത്ത് കൂറ്റൻ പാറകളുമായി നീങ്ങുന്ന ടോറസ് ലോറികൾ ഇന്നാട്ടുകാർക്ക് തീരാ തലവേദനയാണ്. പാറമണൽ വീണ് ചെറിയ റോഡുകൾ ചെളിയിൽ പുതഞ്ഞതോടെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. റോഡുകളുടെ ശോചനീയാവസ്ഥയെ തുടർന്ന് സ്കൂൾ ബസ്സുകളും ഓട്ടോറിക്ഷകളും കിലോമീറ്ററുകളപ്പുറത്ത് യാത്ര അവസാനിപ്പിക്കുന്നു. മഴൂർ പഞ്ചായത്തിലെ 13-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന ഈ പാറമടയ്ക്കെതിരെ നാട്ടുകാർ പരാതി കൊടുത്തിട്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ മുതലാളിയുടെ ഗുണ്ടായിസമായിട്ട് ഇന്ന് മഴയിൽ പ്രവർത്തിച്ചുകൊണ്ട് കല്ല് കയറ്റി കൊണ്ടുപോകുന്നു. റോഡ് ഏതാണ്ട് 5 കിലോമീറ്ററോളം മനുഷ്യന് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അത് ഇതിനൊരു പരിഹാരം ഇതുവരെ പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ മുതലാളിയുടെ ഭാഗത്തു നിന്നോ ഒന്നും തീരുമാനം ഉണ്ടാക്കാതെ നാട്ടുകാരെ ഗുണ്ടായിസം കാണിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇതിനെ നാട്ടുകാർ ഒന്നടങ്കം പ്രതിഷേധിക്കുകയാണ്. പാറമടയിൽ നിന്ന് ലോഡുമായി വന്ന ലോറികൾ നാട്ടുകാർ ചേർന്ന് തടഞ്ഞു. സ്ഥലത്തെത്തിയ പോലീസ് സംഘം പ്രതിഷേധക്കാരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. പാറമട ഉടമകൾ പരാതി നൽകിയാൽ കേസെടുക്കുമെന്നായിരുന്നു പോലീസ് നിലപാട്. പഞ്ചായത്ത് അധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ 13-ാം വാർഡിലെ ഈ റോഡിന്റെ ശോചനീയാവസ്ഥ വളരെ വളരെ പരിതാപകരമാണ്. അത് മാത്രമല്ല, ഇവിടെ അനധികൃതമായിട്ട് പ്രവർത്തിക്കുന്ന ഈ പാറമട അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകളും വിഷയങ്ങളും എല്ലാം ഉണ്ടായെങ്കിലും അതിന് ഒരു നടപടിയോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. നാട്ടുകാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഓരോ രീതികളും കാര്യങ്ങളും മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ജനകീയമായ ഒരു പ്രക്ഷോഭം ഞങ്ങളിവിടെ ഏർപ്പെടുത്തിയിട്ട് പോലീസ് ഇവിടെ വന്നെങ്കിലും കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാകാതെ പോലീസുകാർ വളരെ നിഷ്ക്രിയരായിട്ട് അവർ തിരിച്ചുപോയി. അത് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയമായിട്ട് ഇരിക്കുകയാണ്. വീതി കുറഞ്ഞ ഉൾവഴികളിലൂടെ ഓവർലോഡുമായിട്ടാണ് പാറമടയിൽ നിന്നുള്ള ലോറികളുടെ യാത്ര. മഴക്കാലത്തെ പാറഖനനം ഒഴിവാക്കണമെന്നും റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ന്യൂസ് 18 കോലഞ്ചേരി. മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടി റിലീസായി ഹൃദയപൂർവ്വം പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കി മുന്നേറുന്നു. ആദ്യ പ്രദർശനത്തിന് ശേഷം ഗംഭീര പ്രതികരണങ്ങളാണ് പുറത്തുവരുന്നത്. സൂപ്പർ ഫിലിം. മോഹൻലാൽ മലയാളികൾക്ക് തന്ന ഒരു ഓണ സമ്മാനമാണിത്. ലൈറ്റ് ഹാർട്ടഡ് ഫിലിമാണ്. ഒരു വിന്റേജ് ലാലേട്ടനൊക്കെ കാണാറ്. നല്ല മൂവിയാണ്. ആദ്യം തൊട്ട് അവസാനം വരെ നമുക്ക് ചെറിയ പുഞ്ചിരിയോടെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സൂപ്പർ മൂവിയാണ്. ലാലേട്ടൻ ഒരു വജ്രായുധമായിരുന്നു വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഫാമിലി പടമാണ്. ക്ലീൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഫാമിലിക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടും. ലാലേട്ടൻ 2025 തൂക്കി. അങ്ങനെ ആദ്യ പ്രതികരണങ്ങൾ ഒരു കാര്യം വ്യക്തമാക്കുന്നു: മോഹൻലാലിന്റെ ഹാട്രിക് വിജയം. 2025 മോഹൻലാലിന്റെ ഏറ്റവും മികച്ച വർഷങ്ങളിൽ ഒന്നായി മാറുകയാണ്. തൊട്ടതെല്ലാം ഹിറ്റ്. ആദ്യം എമ്പുരാൻ, പിന്നീട് തുടരും, പിന്നീട് ചോട്ടാ മുംബൈയുടെ റീ റിലീസ്, ദാ ഇപ്പോൾ ഹൃദയപൂർവ്വം. തുടരും എന്ന ചിത്രത്തിലൂടെ ഉണർന്ന സ്ലീപ്പിംഗ് സെൽ ആരാധകർ ഹൃദയപൂർവ്വത്തിലൂടെ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുമെന്നത് ആദ്യ പ്രതികരണങ്ങളിലൂടെ ഉറപ്പായി കഴിഞ്ഞു. എന്താ പറയാ, നമ്മളിങ്ങനെ തിയേറ്ററിൽ ഓഡിയൻസിന്റെ പൾസ് അനുസരിച്ച് ഇങ്ങനെ ഇറക്കൂലേ, ആ ഒരു കൈൻഡ് ഓഫ് മൂവിയാ. നമുക്ക് ആ ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ മൊത്തം നമ്മൾ പൊട്ടിച്ചിരിക്കും. സെക്കൻഡ് ഹാഫ് വരുമ്പോൾ നമുക്ക് ഇമോഷണലി കണക്ട് ആവും. അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. അതല്ലേ, ഒരുപാട് ചിരിക്കാൻ നല്ല ചിരിക്കാനുള്ള സിനിമയാണ്. ഒരുപാട് ഹാസ്യങ്ങളുണ്ട്. ഞങ്ങൾ വീണ്ടും ഈ സിനിമ വന്ന് കാണും. ഒറ്റവാക്കി പറഞ്ഞാൽ അടിപൊളി. ഓണത്തിന് തൂക്കിയെന്ന് പറയാം, ലാലേട്ടൻ തന്നെ കൊണ്ടുപോയി പറയാം. 2015 റിലീസായ എന്നും എപ്പോഴും എന്ന ചിത്രത്തിന് ശേഷം 10 വർഷത്തെ ഇടവേള കഴിഞ്ഞ് മോഹൻലാലും സത്യനന്ദിക്കാട് വീണ്ടും ഒന്നിക്കുമ്പോൾ അത് മറ്റൊരു ഹിറ്റ് ചിത്രമായി മാറുകയാണ്. തുടരുമുണ്ടാക്കിയ വിജയ വഴി ഹൃദയപൂർവ്വം പ്രേക്ഷകർ സ്വീകരിക്കുന്ന കാഴ്ച. എന്റർടൈൻമെന്റ് ഡെസ്ക്, ന്യൂസ് 18. സ്വർണ്ണവെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം ഗ്രാമിന് 9405 രൂപ, പവൻ 75,240, 18 ക്യാരറ്റ് ഗ്രാം 7775, പവൻ 62,200, വെള്ളി ഗ്രാം 128 കിലോ 1,28,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
the versatile jewelry. ലൈവ് അറ്റ് 6 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റിൽ മഞ്ജുഷ് ഗോപാൽ ചേരും. നമസ്കാരം. ലോകത്തിന്റെ ശ്രദ്ധയാത്രയും പുന്നമടയിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ട്രാക്ക് 1 നടുഭാഗം, ട്രാക്ക് 2 കാരിച്ചാൽ, ട്രാക്ക് 3 വിയ്യപുരം, ട്രാക്ക് 4 നിരണം. നാം നോക്കുക, വള്ളംകളി പ്രപഞ്ചത്തിന്റെ മഹാമത്സരവേദിയാണ്.